വാളയാർ ആൾക്കൂട്ടാക്രമണത്തിൽ ഇന്നലെ പിടിയിലായതിൽ ഒരാൾ കോൺഗ്രസ് പ്രവർത്തകനെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. കേസിൽ 8 പേർ കൂടി പിടിയിലാകാനുണ്ട്. അതേസമയം ആൾക്കൂട്ട കൊലപാതകത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് കൈമാറണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. വാളയാർ ആൾക്കൂട്ട ആക്രമണ കേസിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 പേർ കൂടി പിടിയിലായിരുന്നു. ഇതിൽ ഒരാൾ കോൺഗ്രസിന്റെ പ്രവർത്തകനാണെന്നാണ് വരുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പ്രകാരം അതിൽ ഒരാൾ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് അദ്ദേഹം CPM-ൽ പ്രവർത്തിച്ചിരുന്നു. പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പായപ്പോൾ അത് മാറി കോൺഗ്രസിലേക്ക് വന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രധാനമായും ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയം കലരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കേസിന്റെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ BJP പ്രവർത്തകരാണ് ഈ സംഭവത്തിൽ ആക്രമണം നടത്തിയത്, അവരാണ് ഇതിൽ പ്രതികൾ എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം പിടിയിലായ 5 പേരിൽ 4 പേർ BJP പ്രവർത്തകരുമായിരുന്നു. ഇതനുസരിച്ചുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകളൊക്കെ തന്നെ വന്നിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ 3 രാഷ്ട്രീയ പാർട്ടിയിലെയും പ്രവർത്തകർ ഈ കേസിൽ പ്രതികളായി വരികയാണ്. 4 BJP പ്രവർത്തകർ പ്രതികളാണ്. ഒരു CITU പ്രവർത്തകൻ ഇതിൽ പിടിയിലായിട്ടുണ്ട്. ഒരു കോൺഗ്രസ് പ്രവർത്തകനും പിടിയിലായിട്ടുണ്ട്. അതായത് എല്ലാ രാഷ്ട്രീയ കക്ഷിയിലുമുള്ളവർ ഒരാളെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ കൂട്ടുനിന്നു എന്നുള്ളതാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളൊരു കൊലപാതകമാണ് ഉണ്ടായത്. ഇതിനിടയിൽ രാംനാരായണന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ ആദ്യഘട്ടത്തിൽ തയ്യാറായില്ല. പിന്നീട് സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും അവര് ചർച്ച നടത്തുകയൊക്കെ ചെയ്തതോടുകൂടി തന്നെ അവർ മൃതദേഹം ഏറ്റുവാങ്ങി. അദ്ദേഹത്തിന്റെ മൃതദേഹം ഛത്തീസ്ഗഡിൽ സംസ്കരിക്കുകയും ചെയ്തു. വളരെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിൽ കഴിഞ്ഞ ദിവസം ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഇനി 8 പേർ കൂടി പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് പോലീസ് കണക്കാക്കുന്നത്. ആകെ 15 പേർ ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അതിൽ 8 പേർ കൂടി ഇനി പിടിയിലാകാനുള്ളത്. ഇവരുടെ ബന്ധുക്കൾ, ഇവർ പലരും ഒളിവിലാണ്. ഇവരുടെ ബന്ധുക്കളെയൊക്കെ തന്നെ പോലീസ് പോയി കാണുന്നുണ്ട്. അവരെ ഈ 8 പേരെ കൂടി എങ്ങനെയെങ്കിലും കീഴടക്കാവുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകാനുള്ള നടപടികളാണ് പോലീസ് ആലോചിക്കുന്നത്. അതനുസരിച്ച് തന്നെ ബന്ധുക്കളിൽ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.